സോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ഐക്കിയ. നമ്മളിവിടെ BTM മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് നേരെ നാഗസാന്ദ്രയിൽ പോയിട്ട് ഇറങ്ങി. അവിടെ ഇറങ്ങുന്നത് നമ്മൾ നേരെ ഐക്കിയയിലേക്കാണ്. അങ്ങനെ നമ്മൾ ഐക്കിയയുടെ ഉള്ളിൽ കയറി പറ്റി. സോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് അവിടെ എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്രോഷർ കിട്ടി. ഒപ്പം നമുക്കൊരു ടേപ്പ് കിട്ടി. ആ ടേപ്പ് ഒരു പേപ്പറിൻ്റെ ടേപ്പായിരുന്നു. ഞങ്ങളതെടുത്ത് പോക്കറ്റിലിട്ടു. കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സോ കയറി ചെന്ന വഴിക്ക് ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു വീട് അങ്ങനെ അവിടെ എടുത്തു വെച്ചിരിക്കുന്നു. ആ വീട്ടിൽ നമ്മൾ കയറിയപ്പോൾ തന്നെ അവിടെ ഒരു ഡൈനിങ് ഹാളിലാണ് നമ്മൾ കയറിപ്പെട്ടത്. ഇവിടെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്താ ഈ സംഭവം എന്ന് ഞാൻ തന്നെ ഒന്ന് ഇതായിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ഹെവി ഐറ്റംസ്, അതായത് ഒന്നിനൊന്ന് മെച്ചം. ഇവിടെ എല്ലാ വീടിൻ്റെയും ഒരു ഡൈനിങ് ഹാള്, ഒരു കിച്ചൺ, ഒരു ലിവിങ് റൂം, ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം എല്ലാം അതേപടി എടുത്ത് കൊടുന്ന് വെച്ചിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. സംഭവം നമ്മളിവിടുന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇതൊരു സ്വീഡൻ ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി അവർ അതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൈസ് കാണും, അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് എല്ലാ ഒരു പ്രൊഡക്ട്സിനും. ഇവിടുത്തെ അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട്, പക്ഷെ അത് വളരെ കുറവേ ഉള്ളൂ. അപ്പം നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് വാങ്ങണം. നമ്മൾ വെറുതെ ഷോർട്ട് ടൈം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു വീട്, ഒരു പുതിയ വീട് പണിത് അതിൽ നമ്മൾ താമസമാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്തതിന് കുറേ കാലം നമ്മളവിടെ നിൽക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഫർണിച്ചേഴ്സ് ആണെങ്കിലും ക്രോക്കറി ഐറ്റംസ് ആണെങ്കിലും ഈവൻ ഷെൽഫ്, ബാത്റൂം ഫിറ്റിങ്സ്, അങ്ങനെ A to Z എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഇല്ലാത്തൊരു സാധനമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് എനിക്കെല്ലാം വേണം എന്നുള്ള തോന്നലൊക്കെ ആയിരുന്നു. വീട് മാത്രമല്ല കേട്ടോ, ഒരു ഓഫീസ് വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ ഞാൻ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നത്? അതുപോലെ തന്നെയാണ് ഈ ബെഡ്റൂമുകളും. ഇവിടെ ബെഡ്റൂമുകൾ ഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അഡൽട്സിൻ്റെ, കിഡ്സിൻ്റെ, അതുപോലെ തന്നെ ജെൻസിന് മാത്രമായിട്ടുള്ളത് ഗെയിമിംഗ് റൂം, അങ്ങനെ കപ്പിൾസിൻ്റെ റൂം, അങ്ങനെ A to Z എല്ലാം. അതിലുള്ള ഓരോ സാധനങ്ങൾക്കും അവിടെ പ്രൈസ് ടാഗ് കാണാം നമുക്ക്. അങ്ങനെ ഇങ്ങനൊരു ബെഡ്റൂം നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ A to Z എല്ലാം ഉണ്ട് അവിടെ. അവിടെ നിന്ന് വന്ന് ഇതെല്ലാം ഫോട്ടോ എടുക്കുക, നമ്മളത് മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു നോട്ടീസ് ഉണ്ടല്ലോ, അതിൽ നമ്മളത് മാർക്ക് ചെയ്തിട്ട് അവരുടെ ഗോഡൗണിൽ പോയിട്ട് എടുത്താൽ മതി. A to Z എല്ലാം ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ടാവും. വാർഡ്രോബൊക്കെ അതുപോലെ വെച്ചിരിക്കുക. നമുക്കതൊന്ന് അത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വരെ അവർ ചെയ്തുതരും. ഒരു ഇൻറ്റീരിയർ ഡിസൈനറുടെ ആവശ്യമുണ്ടോയെന്ന് വരെ നമുക്ക് ചില സമയത്ത് ഡൗട്ടാവും. അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോയ്സിൻ്റെ സെഷൻ ആണെങ്കിൽ പറയണ്ട, ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ഇന്നർ ചൈൽഡൊക്കെ പുറത്തു വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ അത്ര അങ്ങനെ ടോയ് പേഴ്സൺ ആയിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിനുള്ളിൽ കയറുന്ന വിളയാടാനായിരുന്നു തോന്നിയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നന്നായി വിശന്നു. സോ നമ്മൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയി. അവിടെ സ്വീഡിഷ് ഫുഡുകൾ നമ്മൾ 1-2 ട്രൈ ചെയ്തു കേട്ടോ. ഈ ക്രോസോനും പിന്നെ നമ്മളെടുത്തത് മീറ്റ് ബോൾസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ചീസ് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു. നമുക്ക് അവിടെ ബീവറേജസ് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ നിർത്തി പോകാനൊക്കെ വിചാരിച്ചു. എനിക്ക് ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുക പറയുമ്പോൾ ഭയങ്കര ബോറടിച്ചിരുന്നു. പക്ഷെ എന്നാലും എനിക്കത് എടുക്കാതെ പറ്റണില്ല. എന്തോ ഒരു സാധനങ്ങളാണ്. വീണ്ടും ഈ ഫ്ലവേഴ്സിൻ്റെ, ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ സെഷനിൽ ചെന്നിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് എന്താ പറയുക, ഒരു ആക്രാന്തം പിടിച്ച പോലെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നിരങ്ങിയിരുന്നു. ആ കാണുന്ന സിംഹാസനം എനിക്കുള്ളതാണ്. ഞാൻ എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് പൂക്കളൊക്കെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഇത് ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ, നമ്മൾ അമ്മമാരെയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു കൗതുകത്തിൽ അവരിരുന്ന് കാണും തോന്നി. അതായത് എനിക്ക് അപ്പം അതാ തോന്നിയത്. ഇത് എൻ്റെയും ഇതിൻ്റെ അമ്മേനെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവരെന്നെ ഇവിടെയൊക്കെ ഒന്ന് ഫുൾ നടത്തി കാണിക്കണം. അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാം, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബില്ലിങ്ങിന് പോകുന്ന സമയത്താണ് അവരുടെ ഈ ഗോഡൗൺ നമ്മൾ കണ്ടിട്ട് എൻ്റെ കിളി പോയി. നമ്മൾ അതിനുള്ളൊരു ഉറുമ്പ് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമ്മളതൊക്കെ വാങ്ങി ഐക്യയുടെ അടുത്ത് ഹേജ്ഡൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടുന്ന് നൈസായിട്ട് പോകുന്നു.